ഹായ്. സംസ്കാര സമ്പന്നമായ ഇന്ത്യ. നമ്മുടെ സംസ്കാരം എന്നുദ്ദേശിക്കുന്ന സിവിലൈസേഷൻ എന്നാണെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ച ഡെഫിനിഷൻ. ഇവിടെ സാംസ്കാരികമായി നമ്മൾ വളരെ ഡെവലപ്ഡ് ആണ് എന്നാ പറയുന്നത്. അതെ, പിന്നെ നമ്മുടെ പരമ്പരാഗത സംസ്കാരങ്ങളെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. മൊത്തത്തിൽ കൊളാപ്സ് അല്ലേ? എനിക്കും കൊളാപ്സാ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഇതിനകത്ത് പുള്ളിക്കാരൻ വന്ന് ആ ഒരു ഗ്രാമത്തിന്റെ ഒരു മരം, ആ ഗ്രാമത്തിലുള്ള ഒരു മരം, ആ മരം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. ആരുടെ പുറത്ത് വേണമല്ലോ ഇത് ഒടിഞ്ഞു വീഴാം, എപ്പം വേണമല്ലോ ഇത് നിലം പരിശാവാം. അതിന്റെ തൊട്ടടുത്ത് ഒരു ദൈവത്തിനെ അവർ വെച്ചിട്ടുണ്ട്. ആ ദൈവം ആ മൂലയിൽ കുത്തിയിരിപ്പുണ്ടെന്നാണ് ഇയാൾ കണ്ടിട്ട് പറയണത്. അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ ഇത് വെട്ടി എങ്ങനെ കളഞ്ഞാൽ ഈ ഗ്രാമം വളരെയധികം പ്രശ്നത്തിലാകും. ഇവിടെ ഒരു ചെറിയ എന്താ പറയണ, നമ്മൾ നട്ട് നനച്ച് വളർത്തിയാൽ പോലും ഒന്നും ഉണ്ടാകില്ല എന്ന്. ഈ ഗ്രാമമേ നശിച്ചു പോകും. അതുകൊണ്ട് ഈ മരം മുറിക്കരുത്. ഇത് പറയണായിരുന്ന മഹാരാജാവാ. അയ്യോ, യോഗി വാരന്താനന്ദ ഗുരുഗുരാനന്ദ ഗുരുഗുരു ഗുരുഗുരു. ഇതാണ് സംസ്കാരം. ഇതിലെ ഒരു ചർച്ചയിൽ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് ഈ ഒരു ഇതും കൂടെ കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയത്. നമ്മുടെ സംസ്കാരങ്ങളെല്ലാം നമ്മളിങ്ങനെ പാനിഞ്ഞ് പൊളിച്ചിങ്ങനെ വെച്ച് കെട്ടി കൊണ്ടിരിക്കുകയാണ്. സംസ്കാരത്തിൽ ഒരു സംസ്കാരം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. പണ്ട് കാലഘട്ടത്തിൽ വസൂരി വരും. വസൂരി എന്നതൊരു മാരക അസുഖമാണ്. അതുപോലെ കുഷ്ഠരോഗം വന്നൊരു സ്റ്റേജും ഉണ്ടായിരുന്നു. കുഷ്ഠരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ മൊത്തത്തിൽ അങ്ങ് ഒതുക്കുകയാണ്. കാരണം അത് അത്രയ്ക്ക് പകരുന്ന ഒരു അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പഴുത്ത് പുഴുത്ത് ചാകുക എന്നുള്ളതാണ് ടേപ്പ്. മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് ഒരു ക്രിസ്തീയ പുരോഹിതൻ വരികയും ഒരു ഗ്രാമത്തിന് ഒന്നടങ്കം ഒതുക്കി വെച്ചിരുന്ന ഒരു സ്റ്റേജിൽ ആ ഗ്രാമത്തിന് വേണ്ട ഇനി അവർക്ക്, കാരണം അവിടെ കുഷ്ഠരോഗം വ്യാപിച്ചു പോയി. ആ മനുഷ്യർക്കെല്ലാം കുഷ്ഠരോഗമാണ്. അവരെ വേണ്ട, അവരെ മരിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് തള്ളിവിട്ട് ആ ഗ്രാമമേ ലോക്ക് ചെയ്ത് അവിടെ ആര് സഹകരിക്കാതിരിക്കുന്നിടത്തേക്ക് ആ പുരോഹിതൻ അവിടെ വരികയും, ഞാൻ പേര് പറയുന്നില്ല, അയാൾ കഷ്ടപ്പെട്ട് മെഡിസിൻ കൊടുത്തു, അവരെ കെയർ ചെയ്ത് ആ രോഗത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടിക്കൊടുത്തു. മാത്രമല്ല അയാൾക്ക് അസുഖം വന്ന തെളിവില്ല. പകരുന്ന ഈ അസുഖം അയാൾക്ക് വന്നില്ല. അയാൾ അവിടെ വന്ന ശേഷമാണ് വിവാഹിതനായത്, 3 കുട്ടികൾ. അയാൾ മതം മാറ്റം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊന്നുകളയുകയാണ് ചെയ്ത്. അയാളുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ജീപ്പിനകത്തിട്ട് തീയിട്ട് കൊന്നു. അതിപ്പോ സ്ഥിര പരിപാടിയാണല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീപ്പിനകത്തിട്ട് അങ്ങോട്ട് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഇവരെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ട കുറച്ച് മനുഷ്യരെയാണ് അയാൾ നന്നാക്കിയെടുത്ത്. അപ്പൊ വേണ്ട എന്ന് നിങ്ങൾ മരിക്കാൻ വിട്ട ഒരു പറ്റം ജനങ്ങളെ നന്നാക്കി എടുത്താൽ, അഥവാ അവർ ആ മതത്തിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ തന്നെ അർഹതപ്പെട്ട സാധനമല്ലേ, ആ മതത്തിൽ പോട്ടെന്നേ. അവരെ ദൈവം അവരെ രക്ഷിച്ചു എന്നായിരിക്കുമല്ലോ അയാൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് കൃത്യമല്ലേ? കൃത്യമാണ്. എനിക്കെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ സംസ്കാരം അവിടെ നിൽക്കട്ടെ. ഈ വസൂരിയുടെ കാര്യത്തിലേക്ക് വരാം. ഭണ്ഡാരപ്പെരകൾ ഉണ്ടാക്കും. നീ ഭണ്ഡാര അടങ്ങിപ്പോ എന്ന് പറയും. എന്താണെന്ന് അറിയാമോ? പണ്ട് വസൂരി വന്നു കഴിഞ്ഞാൽ അമ്മൻ കൂടി എന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെയാണ് ഈ അമ്മൻ കൂടി എന്ന് പറയാം. ദേവി എഴുന്നള്ളി വരുന്നത് അദ്ദേഹത്തേക്ക്. അതായത് ദൈവകോപത്തിന്റെ മറ്റൊരു പോഷനാണ് അത്ര ഈ വസൂരി. അതിഭീകരമായ പനിയും അതിന്റെ കൂടെ ദേഹത്തൊക്കെ ഇങ്ങനെ പൊള്ളി വന്നിട്ട് വ്രണമാകുന്ന ഒരു രീതിയാണ്. അത് വന്നു കഴിഞ്ഞാൽ മരിക്കും, പെട്ടെന്ന് പകരും. അങ്ങനെയുള്ളവരെ നമ്മൾ മുറിയിൽ, പേപ്പട്ടി കഴിച്ചാലുള്ളവരെ മുറിയിലിട്ട് പൂട്ടും. കാരണം പകരുന്നതാണ്. അവർ കടിച്ചാൽ മറ്റുള്ളവർക്ക് രോഗം പകരും. ഇതിങ്ങനെ ആകും. ഇപ്പൊ കൊറോണ വന്നപ്പോൾ നടത്തിയതുപോലുള്ള ഒരു സെക്ഷൻ തന്നെയാണത്. അന്ന് വസൂരിക്ക് കണ്ടുപിടിച്ച ഒരേ ഒരു മരുന്ന് ഭണ്ഡാരപ്പുരകളായിരുന്നു. ഈ പനി പിടിച്ച ആളാ ആ പുരകളിലേക്ക് കൊണ്ടിടും. കുറെ കഴിയുമ്പോൾ, അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടുന്ന് വലിയ സൗണ്ടോ വേദനയുടെ സൗണ്ടോ ഒന്നും വരാതാകുമ്പോൾ ഉറപ്പിക്കും അയാൾ മരിച്ചു എന്ന്. ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കാം. അതൊന്നും കെയർ ആകാതെ ആ ഭണ്ഡാരപ്പുരയ്ക്ക് തീ വെച്ച് കളയും. അതായിരുന്നു വസൂരിക്ക് കൊടുത്തത്. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറഞ്ഞ് ഇവർ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സാധനമാണ് പറയുന്നത്. പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ് കോഡ് നോക്കാം. പുള്ളിക്കാരന്റെ ഒരു വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇതിന്റെ വോയിസ് ഹിന്ദി ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് പുള്ളി ഈ ഒരു വെരിഫിക്കേഷൻ ആണ് വന്നത്. ഈ മരം മുറിക്കാമോ പാടില്ലയോ എന്നുള്ള വെരിഫിക്കേഷൻ. ആദ്യം തന്നെ ആ ഗ്രാമത്തിലുള്ളവർ തീരെ ബിലോ ലെവൽ ചിന്തിക്കുന്ന മനുഷ്യരാണെന്ന്, ഇന്നും ആ ഗോത്രീയത തലയിൽ ഉള്ളവരാണ് എന്നാണ്. ഇതിൽ നിന്ന് മുൻപോട്ട് കൊണ്ടുവരാനാണ് ഈ നൂതന കാലഘട്ടത്തിലേക്ക്, അപ് ടു സെക്കൻഡിൽ ടെക്നോളജി ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചിന്തയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനുള്ള വലിയ വിവരമൊന്നും എനിക്കില്ല. പക്ഷേ
ഒരു കാര്യം മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഈ മരം നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ ചുവട്ടിൽ ആരെങ്കിലും ഉണ്ട്, ഇത് കടപുഴകി വീഴാം. അത് ഒരുപാട് പേർക്ക് ജീവഹാനി വരുത്താം. അല്ലെങ്കിൽ അത് ആ ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശത്തിന് പ്രോബ്ലം ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കുമല്ലോ അത് മുറിക്കണം, ഉണങ്ങി നിൽക്കുന്ന മരം മുറിക്കണം എന്നൊരു ഇതിലേക്ക് അവർ വന്നിട്ടുള്ളത്. ഒരു മരം മുറിച്ചാൽ 100 മരം വേറെ നടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അതിന് പരം ഇങ്ങനെ അപകടമായ രീതിയിൽ നിൽക്കുന്ന ഒരു മരത്തിനെ മുറിക്കാൻ പാടില്ല, ദൈവം അതിനകത്ത് കുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കോണാനുടുത്ത മഹാരാജാവാണ്. ആ ഡ്രസ് കോഡ് നോക്കുക. ഇനി ഇതൊരു സ്ത്രീയോ മറ്റോ അല്ലെങ്കിൽ സിനിമയിലോ മറ്റോ ചെയ്താൽ ഉടനെ കേസായി, വഴക്കായി, പ്രശ്നമായി, നാശകേശായി, നാശകോശയായി. ഇവന്മാർക്ക് ഇടാം, കുഴപ്പമില്ല. ഡെവലപ്മെന്റ്സിന്റെ ഒരു വഴിയാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ കുടിയിരുത്തിയിരിക്കുന്ന ദൈവത്തിനെ കാണിക്കുന്നുണ്ട്. ഉച്ചനീചത്വം അങ്ങേയറ്റമുള്ള, പ്രത്യേകിച്ച് ജാതി വിഭാഗീയത അങ്ങേയറ്റമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അല്ല എന്നൊന്നും പറഞ്ഞ് തർക്കിക്കാൻ വരണ്ട. ഏറ്റവും അധികം ജാതീയ വിഭാഗീയത കാണിക്കുകയും ഇന്നും അവരെ മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി സംവരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അഡ്രസ് ചെയ്യണമല്ലോ. സഹജീവിയെ മനുഷ്യനായി കാണാതെ, അല്ലെങ്കിൽ അവൻ എന്റെ സഹജീവിയാണെന്ന് കണക്കാക്കാതെ, അവനെ കല്ലിനേക്കാൾ, അതായത് ഒരു കല്ലിന് ദൈവത്തിന് വാല്യൂ കൊടുക്കുകയും ആ കല്ലിനെ അത്രത്തോളം പ്രഷ്യസ് ആയി കണക്കാക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിൽ ഇവിടെ മനുഷ്യരെ കണക്കാക്കുന്ന ഒരു മനസ്സ് അവർക്കൊക്കെ ഉണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പോ ഇത് നിർത്തലാക്കാനും ഇത് നിർമാർജനം ചെയ്യാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ പറയുന്ന അന്ധവിശ്വാസ നിർമാർജന ബിൽ അത് പാസ്സാക്കി എടുക്കുകയും അത് കൊണ്ടുവരികയും ചെയ്യും. അത് സാധ്യമല്ല. എന്തുകൊണ്ടെന്നറിയാമോ? വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധമാണ്. അതിൽ അന്ധവിശ്വാസം, വിശ്വാസം എന്നില്ല. ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എടുത്തു കളയേണ്ടി വരും. ആകെ മൊത്തം മനുഷ്യന്റെ മനസ്സിലുള്ള ഈ വൃത്തികെട്ട സാധനം എടുത്ത് ദൂരെ കളയേണ്ടി വരും. കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 80% വിശ്വാസം 20% വിശ്വാസമില്ലായ്മയാണ്. 20% വിശ്വാസം 80% വിശ്വാസമില്ലായ്മയാണ്. രണ്ടു വശത്തും നോക്കുമ്പോൾ രണ്ടും വേണ്ടാന്നല്ലേ തോന്നുന്നേ? വേണമെന്ന് തോന്നുന്നതും വേണ്ട എന്ന് തോന്നുന്ന 2 സെക്ഷനില്ലേ? അപ്പോ യാഥാർത്ഥ്യബോധത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. അമ്പലങ്ങളിൽ കല്ലിരിക്കുന്നു, കല്ലിൽ ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോയി കുമ്പിടുന്നു, ദൈവത്തിനെ അങ്ങനെ വെച്ച് ആരാധിക്കുന്നു. അത് ഒരു വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ അത് വിശ്വാസമാണോ? അല്ല, അതൊരു അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം തന്നെയാണ്. അതിനെ അന്ധമായി വിശ്വസിക്കുകയാണ്. അവിടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ ആ കല്ലിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം അതിനകത്തുണ്ട്, അതാണ് എന്നെ സേവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെയല്ലേ ഉള്ളൂ. അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ഡോക്ടറിനെ ദൈവം എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. ഡോക്ടർക്ക് ക്യാഷ് കൊടുക്കുന്നു, പുള്ളി മെഡിസിൻ തരുന്നു, മെഡിസിൻ കഴിയും, മെഡിസിന് ദൈവം എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ കഴിച്ചാൽ മാറുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിച്ചു മാറുന്നതിന് പകരം ഈ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി തൊഴും, അല്ലെങ്കിൽ പ്രെയർ ഇതുപോലെ ചെയ്യും. അതിനുശേഷം വീണ്ടും വന്ന് മെഡിസിൻ കഴിക്കും. മെഡിസിനിൽ കൂടെ റെക്ടിഫൈ ആകും. അതായത് സാങ്കേതിക വിദ്യകളിൽ കൂടെ, പഠനങ്ങളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത രീതിയിലുള്ള മെഡിസിൻസ് കഴിച്ച് നമ്മൾ അസുഖം ഭേദമാക്കുമ്പോഴും ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. ഇപ്പൊ നിരീശ്വരവാദം പറയുന്നൊന്നും വിചാരിക്കേണ്ട. ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വരാത്തത്. അത് വരാതിരിക്കുന്നതിനുള്ള റീസൺ ഇതാണ്. ഇവിടെയുള്ള വോട്ട് ബാങ്കുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞത്. ഇപ്പോ 40 കുടുംബങ്ങൾ ചേർന്നാൽ അവർക്ക് നമസ്കരിക്കാൻ ഒരു ഷെൽട്ടർ എന്നാണ് പള്ളി. പക്ഷെ പള്ളി പൊളിച്ചതിന് നമ്മളിവിടെ എന്തെല്ലാം അക്രമം കണ്ടതാണ്. ഒരു പള്ളി പൊളിക്കപ്പെട്ടു, അതൊരു മൊണിമെന്റ് ആണ്. ആ ഒരു പുരാണ കാലഘട്ടത്തിൽ ഒരാൾ വെച്ച ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ആ ഒരു അത് ടൂറിസത്തിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ ആയിരുന്നു. അത് വേണ്ട എന്ന് വെക്കുമ്പോൾ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് ഈ വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി അത് നശിപ്പിച്ച് കളയപ്പെട്ടു. അതിന് ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടതും ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടതും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമാണ്. പക്ഷെ ഇവിടെ വേദനിച്ചത് ആരാണ്? 40 മനുഷ്യർ ചേരുമ്പോൾ ഒരു ഷെൽട്ടർ വേണം പ്രെയർ ചെയ്യാൻ എന്ന് പഠിപ്പിച്ച അങ്ങനെ ഒരു ചരിത്രമുള്ള ആ ഗോത്രീയതയുള്ളവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അതിനെതിരെ വാളെടുത്തത്. ശരിയല്ലേ? അപ്പോ അത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ? അന്ധമായ വിശ്വാസമാണ്. അപ്പം ഈ നിർമ്മാർജ്ജന ബില്ല് കൊണ്ടുവരാൻ ഒരു കാരണവശാലും ഇവിടെ സാധ്യമേ ആകില്ല. കാരണം ഈ വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസങ്ങളായി മാറുന്നതും അതിങ്ങനെ ആകുന്നതും. ഇതിലെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ വ്യക്തി, ഇയാൾ സത്യത്തിൽ ഒരു മന്ദബുദ്ധി മാത്രമല്ല മാനസിക രോഗിയും കൂടെയാണ്. അയാൾ പറയുന്നത് അതിനകത്തേക്ക് ആളിരിക്കുന്നു, അതിന് പകരം അതവിടെ നിന്നോണ്ട് പോകട്ടെ, എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് അതിനെ മുറിക്കാം എന്നേ ഒരു സാധാരണ മനുഷ്യൻ പറയും. ഒരു
ടെക്നിക്കലായിട്ട് വിദ്യാഭ്യാസമുള്ള ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ, ഇതൊന്നും വേണ്ട, ഒരു സാധാരണ മനുഷ്യൻ അതാ അവിടെ നിൽക്കട്ടെ, ഇനി അതിനെന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നോക്കാം, ഇപ്പൊ തൽക്കാലം അത് അവിടെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതൊരു ലോജിക്കൽ ടോക്ക്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും കായ്ഫലോ വല്ലോ ഉണ്ടെങ്കിൽ അത് കായ്ഫലമുള്ളതല്ലേ, അത് കട്ട് ചെയ്യണ്ട, അങ്ങനെയല്ലേ പറയണ്ടാവാ. ഇത് അതിനകത്ത് ദൈവം കുടികൊള്ളുന്നു, അത് വെട്ടിക്കളഞ്ഞാൽ ആ നാടേ നശിച്ചു പോകുമെന്ന രീതിയിൽ ഒരു വൃത്തികെട്ട ന്യൂസ് പരത്തുന്ന ഇയാള് മാനസിക രോഗിയല്ലേ? ഇങ്ങനെയുള്ള മനുഷ്യർ വളരെ വളരെ ലഘൂകരിച്ച് പറയുന്ന പല കാര്യങ്ങൾ പല ജീവനുകൾ അപഹരിക്കും. ഭാര്യയും ഭർത്താവും കുട്ടികൾ ഉണ്ടാകാത്തതിന് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കത്തില്ല, ഇയാളുടെ അടുത്തേക്കായിരിക്കും. പ്രയർ ചെയ്താൽ പ്രതിവിധി ഉണ്ടാവും എന്ന് പറയും. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇയാൾ എന്തായിരിക്കും പറയും, ഇവളെ കൊന്നു കളഞ്ഞാലാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ പിടിച്ച് ബലി കൊടുത്താലാകും. ഉണ്ടായിട്ടുണ്ട്, ഉണ്ടങ്ങനെ സംഭവങ്ങൾ. അതാ പറഞ്ഞേ, ഇത്തരം മാനസിക രോഗികളെ നമ്മൾ കണ്ടില്ല എന്ന് പോലും നടിക്കരുത്. അവിടെയുള്ള ഒരാൾ അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ സാധിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ നിയമമുണ്ട്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇത് പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികമായി നമ്മൾ ഡെവലപ്ഡ് ആണെന്നും, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു മത സംസ്കാരം, അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് മതത്തിന്റെയും സംസ്കാരം നമ്മളിവിടെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ അവകാശപ്പെടുന്നവർ ഓർത്തുകൊള്ളുക. ഇതിനെ അല്ല സംസ്കാരം എന്ന് പറയുക. ഈ പറയുന്ന സാധനം സംസ്കാരമല്ല, ഇതിനെ ഗോത്രീയത എന്നാ പറയുക. ഈ ഗോത്രീയ ആചാരങ്ങൾ നിർത്തലാക്കപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇത്തരം ആൾ ദൈവങ്ങളാണ് ഏറ്റവും അധികം ഹാംഫുള്ളായ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ ആൾ ദൈവങ്ങളെ ദൈവത്തിനേക്കാൾ പ്രഷ്യസായി വാഴിക്കുകയും നാളെ പിറ്റേന്ന് അയാൾ നമ്മളെ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളുടെ റസൂല് എന്നിവരെ അവകാശപ്പെടുന്ന ആള്. ആ കാലഘട്ടങ്ങളിൽ അയാൾക്ക് ജീവിക്കാൻ, അതായത് നല്ലതുപോലെ വ്യഭിചരിച്ച് ജീവിക്കാനുള്ള ഫാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ റെഗുലറായി എഴുതിച്ചു. അയാൾ ഒരു പുസ്തകം എഴുതിയത് ദൈവം തന്നതാണെന്ന് പറഞ്ഞപ്പോ പൊട്ടന്മാര് വിശ്വസിച്ചില്ലേ? അന്ന് വിശ്വസിച്ച അതേ പൊട്ടന്മാർ കാലങ്ങൾക്കിപ്പുറം 1400 വർഷങ്ങൾക്കിപ്പുറം പോലും ആ പുസ്തകവും വെച്ച് നമുക്കിട്ട് താങ്ങുന്നില്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇന്ന് ഈ രീതിയിലുള്ള ഒരു മണ്ടൻ, ഒരു മടയൻ, ഈ രീതിയിൽ ഒരു കോണാനും എടുത്തുകൊണ്ട് നിന്ന് നമ്മളോട് ഇത് ആക്രോശിക്കുവാണെങ്കിൽ, ഇത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇവൻ പടർന്ന് പന്തലിച്ചാണ്ട മാതാമൃതാന്തമയ്യെ കണ്ടില്ലേ? കടപ്പുറം സുധാമണി എന്ന് പറയുന്ന ഒരു ചിക്കൻ ഇത് വെച്ചിരുന്ന ഒരാള്, അതായത് എന്താ പറയണേ, കോഴിപ്പെണ്ണ എന്നാ പറയാ, കോഴി ഫാം നടത്തിയിരുന്ന ഒരു സ്ത്രീ, അതിൽ ക്ലച്ച് പിടിക്കാതെ ഈ ഒരു ഭക്തി മാർഗത്തിലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് മുലയ്ക്കിടയിലേക്ക് വെച്ച് തല വെച്ച് ഞെരുക്കി കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സുഖം, ആ സുഖത്തിന് വേണ്ടിയിട്ട് ആളുകൾ വീണ്ടും വീണ്ടും കമന്നു പോയി. അത് ക്രമേണ അമ്മയാക്കി എടുത്ത് പ്രസവിക്കാത്ത ഒരാൾ ഭയങ്കര മാതൃത്വം വിളിച്ച് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പിടിച്ചു വെച്ച് ഉമ്മ വെച്ച് വിടുമ്പോ എന്തൊക്കെയോ ആയി എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് വാഴിക്കുന്ന ഒരു രീതിയുണ്ടോ? ഇന്ന് ആ ഒരു ഏരിയ, കടപ്പുറത്തുള്ളവരെല്ലാരും അങ്ങനെയാണെന്ന് എനിക്ക് ഭാഷ്യമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, കടപ്പുറത്തുനിന്ന് ചില പെണ്ണുങ്ങൾ, വിയർപ്പിന്റെ അസുഖമുള്ള ചില പെണ്ണുങ്ങൾ അവിടുന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. അതിലൊന്നാണ് ജാമിതയും, ഒന്നിതാ ഇതും. ഈ രണ്ടെണ്ണം, സുധാമണിയക്കച്ചിയും ജാമിതയും ഒരേ ഇനമാണ്. ഒരുത്തി പിന്നെ ഇതുപോലെ കുറെ ഭക്തിപൂജ വിറ്റും, മറ്റൊരുത്തി ഒരു സമൂഹത്തിനെ അപരവൽക്കരിച്ച് ജീവിക്കും. രണ്ടും പറ്റിക്കുന്നത് ഹിന്ദുക്കളെയാണ്, രണ്ടും പറ്റിക്കുന്നത് ഹിന്ദുമത വിശ്വാസികളെയും സംഘികളെയുമാണ്. മറ്റൊരു തർക്കവും ഇല്ല. അപ്പൊ ആ രീതിയിൽ വരുന്നവരെ ആ രീതിയിൽ അഡ്രസ് ചെയ്യുകയും അവരെ ആ രീതിയിൽ ഒതുക്കുകയും ചെയ്തില്ലെങ്കിൽ 1400 വർഷങ്ങൾക്ക് ഇനിയൊരപ്പുറം അടുത്ത തലമുറ ഇവരെ കൊണ്ട് ഉപദ്രവം സഹിക്കേണ്ടി വരും. ഇന്ന് ഇങ്ങനെ എഴുതി വെച്ച ഈ സാധനങ്ങളും ഈ സൂത്രങ്ങളും വെച്ചിട്ട് ഏറ്റവും അധികം വേദനിക്കുന്നതും ഏറ്റവും അധികം പ്രോബ്ലമായിട്ട് നിൽക്കുന്നതും പെൺകുട്ടികൾ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന, അത്രയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ജീവിച്ചിരുന്നൊരു ഉദാഹരണമാണ്. അയാളുടെ സ്മൂത്ത് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അയാൾ കണ്ടെത്തിയ കുറെ ആയത്തും സൂറയും സാധനങ്ങളും വെച്ച് ഇന്നും ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു രീതി കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പോ ഇത് കാണുമ്പോൾ എനിക്ക് അതും കൂടെ വെച്ച് മാച്ച് ചെയ്യുമ്പോൾ ശുഭം ശുഭസ്യ സുസുഭ. കോണാനൊടുത്തുകൊണ്ട് നടന്നാൽ മഹാരാജാവുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കോണാനൊടുത്ത് ഒരു വളഞ്ഞ വടിയും കൊണ്ട് നടന്നാൽ അവനെന്തോ ദിവ്യത്വം ഉണ്ടെന്നാണ് തെറ്റിദ്ധാരണ. ആർക്കും ഒരു ദിവ്യത്വവും ഇല്ല. എവരി വൺ ഈസ് ഈക്വൽ. നമ്മളുടെ ഭരണഘടന പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരെന്നാണ്. ആണെന്നോ പെണ്ണെന്നോ വർഗമെന്നോ കളറിന്റെ പേരിലോ ഒന്നിനും വർണ്ണ വിവേചനം പാടില്ല എന്നാ പറയണേ. അതായത് ലിംഗാടിസ്ഥാനത്തിലോ ഒരു വിവേചനവും പാടില്ല എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും നല്ലൊരു ഭരണഘടന, ഏറ്റവും നല്ല ജനാധിപത്യം ആ ഇന്ത്യയിലാണ്
ഈ വൾഗറിസം നടക്കുന്നത്. ഇവർക്ക് എഡ്യൂക്കേഷനേക്കാൾ വേണ്ടത് അവയർനെസ് ആണ്. അവയർനെസ് കൊടുക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. പൊങ്കാലകൾ മോസ്റ്റ് വെൽക്കം. തിരിച്ചും പ്രതീക്ഷിച്ചുകൊണ്ട് ഇട്ടുകൊള്ളുക, ഒരു കുഴപ്പവുമില്ല. താങ്ക് യു സോ മച്ച്.